അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു മത്തങ്ങ ഒഴിച്ചുകൂട്ടാൻ്റെയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. മത്തങ്ങയെല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കലത്തിലേക്ക് മാറ്റാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങയിലേക്ക് ഒരു 3-4 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ചതച്ചെടുത്തതാണ്. ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇനി ചേർക്കുന്ന ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. മത്തങ്ങ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള അരപ്പ് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് 1/2 മുറി തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മത്തങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. എല്ലാ കഷ്ണവും ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലാതെ ഇത് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് പദം വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കറിക്ക് നമുക്ക് കടുക് താളിച്ച് കൊടുക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായി വന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, കറിവേപ്പില, അതുപോലെ ഉണക്കമുളക് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.